തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ റെഗുലേഷൻസിന് ഒരു പ്രസക്തിയുണ്ട്. സുരേഷ് സാർ പറഞ്ഞ പോലെ ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗിൽ 18 പേര് പങ്കെടുത്തതിൽ ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് റെഗുലേറ്ററി കമ്മീഷനിൽ പങ്കെടുത്ത 3 കമ്മിറ്റി മെമ്പേഴ്സ് ആണ് ഉണ്ടാവുന്നത്. അതില് ഒരാളെന്ന് പറയുന്നത് KCBയിൽ റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആണ്. അപ്പൊ KCBക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല റെഗുലേറ്ററി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിനൊക്കെ ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. KCBയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. ടെക്നിക്കൽ കമ്മിറ്റി അദ്ദേഹം ഞങ്ങളവിടെ സംസാരിച്ചപ്പോ ഞങ്ങൾ പല സജഷൻസും പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു നടപടികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാ കാലത്തേക്കും നടത്തിക്കൊണ്ട് പോകാന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രായോഗികമായ നടപടി അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ നമ്മൾ സജഷൻസ് പറയുമ്പോൾ ഞങ്ങൾ പല സജഷൻസ് പറഞ്ഞു. അപ്പൊ ആ സജഷൻസ് ഒന്നും തന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാവാണ്ട് ശക്തമായി അതിനെ എതിർക്കുന്ന നടപടിയാണ് ഈ KCBയുടെ പഴയ പ്രതിനിധിയായിരുന്ന ഒരു മെമ്പർക്കുണ്ടായിരുന്ന നടപടികളെന്ന്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന നടപടികളെല്ലാം തന്നെ ഈ പ്രസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാളേഴ്സ് അതുപോലെ KSRC രണ്ട് തട്ടില് മാറി നിന്നിട്ടുള്ള ചർച്ചയാണ്. കൃത്യമായ ഒരു മധ്യമാർഗം വരുന്നില്ല. ഞങ്ങൾക്ക് ഈ റെഗുലേഷന്റെ ഡ്രാഫ്റ്റ് എന്ന് വളരെ കൃത്യമായി തന്നിട്ടുണ്ടായിരുന്നു. ആ റെഗുലേഷൻസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഈ പറഞ്ഞ ബാറ്ററി ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം വൈദ്യുതി ഉത്പാദിപ്പിച്ച് KCBക്ക് കൊടുക്കുന്നത് 2 രൂപ 15 പൈസയ്ക്കാണ് ഇപ്പൊ സോളാർ വൈദ്യുതിയുടെ ഇന്ത്യയിലെ റേറ്റ് എന്ന് പറഞ്ഞത്. 2 രൂപയ്ക്ക് നമ്മൾ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്ന വൈദ്യുതിക്ക് പകരം 10 രൂപ മുതൽ 12 രൂപ വരെയുള്ള രാത്രിയുള്ള വൈദ്യുതി തിരിച്ചു തരാ എന്ന് പറയുന്നത് KCBയെ സംബന്ധിച്ചോളം ഒരിക്കലും പ്രായോഗികമായ നടപടിയല്ല. കുറച്ചു വരെ ഇപ്പൊ 3 കിലോവാട്ട് വരെ അത് എക്സംപ്റ്റ് ചെയ്യുന്നത് തന്നെ KCBയുടെ ഒരു നല്ല നടപടിയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ സോളാർ വയ്ക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരാളുടെ ലാഭം, ഇപ്പൊ ഒരു വ്യക്തിയുടെ ലാഭമോ അല്ല രാജ്യത്തിന്റെ ലാഭമോ എന്നുള്ളതല്ല. 2060 ഇന്ത്യയില് ഒരൊറ്റ തെർമോ സ്റ്റേഷൻസ് പോലും പാടില്ല എന്ന് ഗ്ലോബൽ എക്സെപ്ഷൻസ് ഉള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് കേരളമാണെങ്കിൽ 2040 തെർമോ സ്റ്റേഷൻസ് എല്ലാം കോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ തെർമോ സ്റ്റേഷൻ കോസ്റ്റ് ചെയ്യാന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ 2025 മാർച്ചിൽ കേരളത്തില് 23 ദിവസങ്ങളിൽ ഈ 2025 വേനൽക്കാലത്ത് നമ്മുടെ കേരളത്തിലെ 23 ദിവസം സ്ത്രീകൾക്ക് ഗർഭം അലസിപ്പോകുന്ന തരത്തിലുള്ള ചൂടുണ്ടായി എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഭൂമിയിലെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഗ്ലോബൽ വാർമിംഗ് വരികയാണ്. 2040 കേരളത്തിന്റെ ഒരറ്റത്ത് മുതൽ മറ്റേ അറ്റം വരെയുള്ള 800 കിലോമീറ്റർ ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് കടൽ കയറുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്ന ഇതിനെല്ലാം പ്രകാരമാണ്. അല്ലെങ്കിൽ 2 ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഈ 78,000 രൂപ സബ്സിഡി കൊടുക്കുന്നത്. ഇവിടെ റേഷനറിയുടെ സബ്സിഡിയും മണ്ണെണ്ണയുടെ സബ്സിഡിയും എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് സമ്പന്നത്തിന് സബ്സിഡി കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അത് ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് സോളാർ വെക്കുന്നത്. അപ്പോ വ്യക്തികളുടെ ലാഭം ഒരാള് പൈസ മുടക്കിയിട്ട് 3 കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടി അല്ലെ 2 കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടിയെന്നത് മാത്രമല്ല അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ KCBയും എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ സ്ഥാപനമല്ലല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ഒരു ഓർഗനൈസേഷൻ ആണ്. അത് ഈ ക്രോസ് സബ്സിഡി കൊടുത്ത് സാധാരണക്കാരിലുള്ളവർക്ക് വളരെ കുറഞ്ഞ 3 രൂപ വരെ റേറ്റിൽ വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ ഇത് ഈ KCB നിലനിൽക്കണം. അതുപോലെ തന്നെ ഈ സോളാർ വ്യാപകമായി നടപ്പിലാക്കണം. 2040 എത്തുമ്പോൾ കേരളത്തില് ഒരൊറ്റ സ്റ്റേഷൻസിലുള്ള വൈദ്യുതി, അതായത് റിന്യൂവബിൾ എനർജി അല്ലാത്ത എനർജി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിശ്ചയമായ നിയമം കൊണ്ടുവന്നപ്പോ അതിന് കൃത്യമായ അവലോകനങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഈ KSRC തന്ന ഡ്രാഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലത് ബാങ്കിങ് ആണ് ഏറ്റവും നല്ലത്. പക്ഷെ ആ ബാങ്കിങ് ഒരിക്കലും വ്യക്തികളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ ഒരു 3 കിലോവാട്ടിന്റെ ഇപ്പൊ പറയുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റാളേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കോസ്റ്റ് ഉണ്ട്. അതേ സാധനം ബാങ്കിങ് ഉള്ള ഒരു സാധനം വെക്കുമ്പോഴത്തേക്ക് 4 ലക്ഷത്തിന് പുറത്തായി. ഈ ഇരട്ടി പൈസ മുടത്തി ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ബാങ്കിങ് സാധ്യമല്ല. അതേസമയം ബസ് എന്ന് പറഞ്ഞ സംവിധാനം നടത്താനായിട്ട് ഇന്ത്യ രാജ്യത്ത് ധാരാളം ആൾക്കാർ കോൺട്രാക്ട് എടുക്കാൻ തയ്യാറാണ്. അപ്പൊ അതിന് നമുക്കിപ്പോ ഒരു ബസ് എടുത്ത് ഒരു സബ്സ്റ്റേഷനിൽ ബസ് വെച്ചിട്ട് ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു ബാറ്ററിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന സംവിധാനം കൊണ്ടുവന്നാൽ അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട്. അങ്ങനെ തയ്യുന്ന ആളുകൾ പണം മുടക്കുന്ന സമയത്ത് അവർക്ക് ലാഭകരമല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാണെങ്കിൽ VGF എന്ന് പറഞ്ഞ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കോർപ്പറേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ബസ് കൊണ്ടുവന്നിട്ട് ബാറ്ററി പകൽ സമയത്ത് ഉത്പാദിപ്പിക്കുമെന്ന തീർച്ചയായും